ഹായ് ഫ്രണ്ട്സ്, ആർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മീനിൻ്റെ നല്ല ആക്ടിവിറ്റി, അതായത് മാലപ്പടക്കം പൊട്ടുന്ന കണക്കാണ് മീനുകൾ വന്ന് പൊട്ടിക്കുന്നത്. കാഴ്ചയിൽ അടുത്താണെന്ന് തോന്നുന്നത് 180 മുതൽ 200 മീറ്റർ ദൂരത്താണ് നമ്മളെ മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടത്. എന്നിരുന്നാൽ പോലും നമ്മൾ 170 മീറ്റർ എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത്രയും ദൂരം എറിയാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. മീൻ കയറി വരുന്ന പ്രതീക്ഷയിൽ കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. പയ്യ വെപ്രാളം കാണിക്കണ്ട, സ്റ്റിക്ക് പിടിക്കല്ലേ. കൂട്ടത്തിൽ നിന്ന് തെന്നിത്തെറിച്ച് വറ്റകളെല്ലാം കല്ലിനിടയ്ക്ക് ഒളിച്ചിരിപ്പായി. അപ്പോൾ അവനെ പിടിക്കാനായിട്ട് നമ്മൾ ലൂറ് കാസ്റ്റ് ചെയ്യുകയാണ്. കാസ്റ്റ് ചെയ്ത ലൂറിനകത്ത് എന്തായാലും ഷ്യാമിന് നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മൾ അഭിലാഷാണ് കൂടെ ഇറങ്ങുന്നത്. ചെരുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചാടി ഇറങ്ങി മീനെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് ചാടി ഇറങ്ങിയത്. അതുവരെ റഫായിട്ടുണ്ടായിരുന്ന കടൽ മീനടിച്ചതോടുകൂടി ശാന്തമായ ഒരു ഫീലാണ് നമുക്കുണ്ടായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരയോ കാര്യങ്ങളോ ഒന്നും മീനടിച്ച സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ലുക്മയുടെ 1.5 ലൈനാണ്. അപ്പോൾ അത്രയും തിന്നായിട്ടുള്ള ലൈനിനകത്ത് മീനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് കല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. മീനെ ഹാൻഡിൽ ചെയ്യുന്ന ഷ്യാമിൻ്റെ ആ ഒരു കഴിവ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും മീൻ നമ്മളുടെ കരയ്ക്കെത്തിയിട്ടുണ്ട്. അടുത്തെത്തിയ മീൻ ടെട്രാപോഡിനോട് ചേർന്നാണ് പോകുന്നത്. ഇവിടെ ലീഡ് വയർ കൂടുതലിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കടലിൻ്റെ രൂപം മാറി, ഭാവം മാറി, ശാന്തമായിട്ടിരുന്ന കടലിൻ്റെ സ്വഭാവം തന്നെ മാറി. അപ്പോൾ മീനെ കണ്ട് കിളിപോയ അഭിലാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ തുടങ്ങി. കളയാനുള്ള ചാൻസ് ഉണ്ട്. തിര തിരിച്ചു വലിക്കുമ്പോഴത്തേക്ക് മീനിന് വെയിറ്റ് കൂടുന്ന പോലെ ഫീൽ ചെയ്യും. ആ വെയിറ്റ് ഞാൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റിക്ക് പിടിച്ച് അഭിലാഷ് പൊക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റിക്കി പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ മീൻ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അഭിലാഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മളുടെ ഹാൻഡിലാണ് ഇറങ്ങുന്നത്. അതിൽ താഴെ ഇറങ്ങി മീനെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കരയ്ക്ക് എത്തിക്കും. എന്നിരുന്നാൽ പോലും തിര അതിശക്തമായതിനാൽ സൂക്ഷിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പാവാനും കയ്യോ കാലോ മൂരിങ്ങയ്ക്കകത്ത് തട്ടി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മീനിൻ്റെ സൈസ് കണ്ടോ, ഏകദേശം 1.25 കിലോളം തൂക്കം വരുന്ന അടിപൊളി ഒരു വറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 1.5 ലൈനിനകത്താണ് അത് കയറ്റിയെന്നുള്ളതാണ്. അത് ഈ ടെട്രാപോഡിനകത്ത് ഇതേപോലെ തിരയുള്ള സമയത്ത് ഈ മീനെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. എന്തായാലും മീൻ കരയ്ക്കെത്തിയിട്ടുണ്ട്. എടാ തിര വരുന്നടാ. അപ്പോൾ 1-2 എടുത്ത് തട്ടി കാല് മുറിഞ്ഞാൽ എന്ത്, ആ മീനെ എടുത്തുകൊണ്ട് വരുന്ന വരവ് കണ്ട്. അപ്പോൾ നമ്മളെ ഷ്യാമിനെ ചൂണ്ടയിടാൻ പഠിപ്പിച്ചത്, അതായത് ഹാൻഡ് ലൈനിൽ ചൂണ്ടയിടാൻ പഠിപ്പിച്ച ആശാനാണ് നമ്മൾ അഭിലാഷ്. അപ്പോൾ അത്യാവശ്യം ഹെവി മീനുകളൊക്കെ ആശാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ കാല് മുറിഞ്ഞാൽ ദേ ആ മുഖത്ത് സന്തോഷം കണ്ട്. ഈ ഇട്ടേക്കുന്ന വീഡിയോ എല്ലാം ഒരു ദിവസത്തെയല്ല, 3-4 ദിവസത്തെ വീഡിയോകളാണ്. നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഡിയോ ഇടാറില്ല. ആക്ടിവിറ്റി കാണിച്ച് 3 ദിവസം കഴിഞ്ഞ് കാസ്റ്റ് ചെയ്തപ്പോൾ ലൂറിനകത്ത് വീണ്ടും മീനടിച്ചു. അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ലുക്മയുടെ സഗോഷി എന്ന് പറഞ്ഞിട്ടുള്ള ലൂറാണ്. അടിപൊളി റിസൾട്ടുള്ളൊരു ലൂറാണ് ലുക്മയുടെ സഗോഷി എന്ന് പറയുന്നത്. അപ്പോൾ വറ്റ പിടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലൂറൊന്ന് വാങ്ങിച്ച് കാസ്റ്റ് ചെയ്യുക. ഈ ലൂറ് കാസ്റ്റ് ചെയ്ത് മീൻ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ലൈനാണ്. അത് ലിക്മയുടെ 1.5 ലൈനാണ്. 1.5, 2, 3, 4 വരെ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും കിട്ടുന്ന ലൈനാണ് ലിക്മയുടെ. അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്ന ലൈനാണ് 1.5 ലൈൻ. അപ്പോൾ അതിൽ പിടിച്ച ഒരു 5 കിലോ സൈസുള്ള ഒരു കൊഴുവ മീനിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഈ ലൈൻ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും പോരാക്കുറവുണ്ടെന്നുണ്ടെങ്കിലും അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ കൊഴുവ പിടിച്ച വീഡിയോ ഉടൻ തന്നെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോ. അടിപൊളി വീഡിയോസ് ഉടൻ തന്നെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. ഓടിത്തളർന്ന് എന്തായാലും മീൻ അടുത്തെത്തിയിട്ടുണ്ട്. അതിനെ ഗഫ് ഇട്ട് കയറ്റാനായിട്ട് പോകുന്ന നമ്മൾ അനിൽ തന്നെയാണ്. അപ്പോൾ അതിനെ അത്രയും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് കരയ്ക്കെത്തിയ ക്ഷാമം അതിനെ ഗഫിട്ട് കയറ്റാൻ പോകുന്ന നമ്മൾ അനിൽ അടിപൊളിയായിട്ടാണ് ഗഫിട്ട് മീനെ കയറ്റുന്നത്. അതൊന്ന് മിസ്സാവുകയാണെങ്കിൽ ലീഡറിനകത്ത് ഗഫ് വീണ് പൊട്ടിപ്പോവാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് അതിനെ ഗഫിട്ട് കയറ്റിയത് അനിൽ മീനെ എന്തായാലും കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ലൂറെന്ന് പറയുന്നത് ലുക്മയുടെ സഗോഷി എന്ന് പറഞ്ഞ ലൂറാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ മുന്നേ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈൻ വരെയല്ലേ അല്ലേ